തുടരുമെന്ന ചിത്രത്തിന്റെ വിജയയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ പോലും അതിശയപ്പെടുത്തുകയാണ്. കാരണം ഇന്നേ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി മറികടന്നിരിക്കുകയാണ് തുടരുമെന്ന ചിത്രം. 8 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും തുടരുമെന്ന ചിത്രം 50 കോടി മറികടക്കുന്നത്. ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 50 കരോഡ് എന്ന് തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. ആദ്യത്തത് ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, എമ്പുരാനാണെന്ന്. മോഹൻലാലിന്റെ 4ാമത്തെ ഫിലിമാണ് 50 കോടി കേരള ബോക്സ് ഓഫീസിൽ മറികടക്കുന്നത്. പുലിമുരുകൻ ആദ്യം എത്തിയപ്പോൾ, പിന്നീട് ലൂസിഫർ, പിന്നീട് എമ്പുരാൻ, ഇപ്പോഴത്തെ തുടരും. കേരളത്തിൽ മാത്രം 15 സിനിമകളാണ് 50 കോടി മറികടന്നിട്ടുള്ളത്. അതിൽ 4 എണ്ണവും മോഹൻലാലിന്റേതാണ്. അതും ഒരു റെക്കോർഡായി മാറിയിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടി മറികടക്കുമോ എന്നതൊക്കെയാണ് പ്രേക്ഷകരുടെ വലിയൊരു ആകാംക്ഷ. കാരണം ഇൻഡസ്ട്രി ഹിറ്റ് ലഭിക്കണമെങ്കിൽ 90 കോടിയെങ്കിലും തുടരുമെന്ന ചിത്രം നേടേണ്ടതുണ്ട്. അപ്പോഴാണ് 100 കോടിയുടെ സ്വപ്നങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. തുടരുമെന്ന ചിത്രത്തിന് അത് സാധിക്കുമോ? ഈ അവസരത്തിൽ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം തുടരുമെന്ന ചിത്രത്തിന്റെ ഇനി വരാൻ പോകുന്ന ഞായറാഴ്ചത്തെ അഡ്വാൻസ് സെയിലിന്റെ റിപ്പോർട്ട് കൂടി വരുമ്പോൾ അത് ഉറപ്പിക്കാമെന്ന് തന്നെ ട്രാക്കർമാർ പറയുകയാണ്. ഇനി വരാൻ പോകുന്ന ഞായറാഴ്ച, തുടരുമെന്ന ചിത്രത്തിന്റെ 2ാമത്തെ ഞായറാഴ്ച, ഇപ്പോൾ തന്നെ 2.5 കോടിയുടെ അഡ്വാൻസ് സെയിൽ നടന്നു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ ട്രാക്കർമാർ നൽകിയാണ്. ബിഗസ്റ്റ് സെക്കൻഡ് സൺഡേ ആണ് കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ട്രാക്കർമാർ അടിവരയിടുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും 7 ദിവസം കഴിയുമ്പോൾ 10.60 കോടി തുടരുമെന്ന ചിത്രം നേടിയിട്ടുണ്ട്. അതും ഒരു ഭയങ്കര കളക്ഷനാണ്. കൂടാതെ മിഡിൽ ഈസ്റ്റിലും 7 ദിവസം കഴിയുമ്പോൾ തുടരുമെന്ന ചിത്രം ഗംഭീര കളക്ഷനാണ് നേടിയിരിക്കുന്നത് എന്ന് ട്രാക്കർമാർ പറയുന്നു. 4.36 മില്യൺ ഡോളറാണ് തുടരും നേടിയിരിക്കുന്നത്. ഏതാണ്ട് 37 കോടി. 100 കോടി തുടരുമെന്ന ചിത്രം മറികടന്നുവെന്ന് നമ്മൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ഗംഭീരമായ സിനിമകൾ നൽകിയാൽ ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനവും അത് മോളിവുഡിന് തന്നെ ഒരു ഉണർവും നൽകും എന്ന് തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ 2025 മോളിവുഡ് സിനിമയെ നോക്കിക്കാണുമ്പോൾ 121 ദിവസം കൊണ്ട് 728 കോടിയുടെ നേട്ടമാണ് മോളിവുഡ് മൂവീസ് ടോട്ടലി ഗ്രോസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ മോഹൻലാൽ സിനിമകൾ നേടിയിരിക്കുന്ന ഗ്രോസ് എന്ന് പറയുന്നത് 385 കോടിയാണ്. ടോട്ടൽ കളക്ഷന്റെ 53% മോഹൻലാലിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് എടുത്തു പറയുകയാണ് ട്രാക്കർമാർ. അതും വെറും 2 ചിത്രങ്ങൾ കൊണ്ട്. സ്ട്രോങ്ങസ്റ്റ് പില്ലറായി മോളിവുഡിൽ മാറുന്ന മോഹൻലാലിനെയാണ് ട്രാക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. മോഹൻലാലിന്റെ വെറും 2 സിനിമകൾ ബാക്ക് ടു ബാക്ക് എല്ലാ കാര്യങ്ങളും ഒരേപോലെ അച്ചീവ് ചെയ്യുന്ന മോഹൻലാലിന്റെ സിനിമകളാണ് കാണുന്നത്. ഒന്ന് വലിയൊരു സിനിമയാണെങ്കിൽ അതൊരു സെക്കൻഡ് പാർട്ടായി എത്തി വളരെ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഹൈപ്പുള്ള സിനിമയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ചിത്രം വലിയ റണ്ണ് നടത്തുകയുണ്ടായി. 2ാമത്തെ ചിത്രം മോഹൻലാലിനെ പോസിറ്റീവ് കിട്ടിയ ചിത്രമാണ്. ഈ 2 ചിത്രവും ഒരുപോലെയാണ് ബോക്സ് ഓഫീസിൽ കുതിപ്പ് നടത്തുന്നത്. ബാക്ക് ടു ബാക്ക് എന്ന് പറയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി മറികടക്കുക, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10 കോടി മറികടക്കുക, ഓവർസീസിൽ 7 മില്യൺ മറികടക്കുക, വേൾഡ് വൈഡിൽ 100 കോടി മറികടക്കുക എന്നതൊക്കെ ഈ 2 ചിത്രങ്ങളും നേടിക്കഴിഞ്ഞു എന്നതാണ്. അതും വെറും 37 ദിവസത്തിന്റെ ഗ്യാപ്പുകളിൽ. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസം നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ചില ചിത്രങ്ങളായിരുന്നു. തുടരുമെന്ന ചിത്രം മോഹൻലാലിനെ വെച്ച് വലിയ രീതിയിൽ പ്രശംസ നേടുമ്പോഴും അതിൽ മറ്റൊരു കഥാപാത്രം എത്തുന്നുണ്ട്. മോഹൻലാലിനൊപ്പം വില്ലനായെത്തിയ ജോർജ് സാറിന്റെ പ്രകടനം കൂടിയാണ് മോഹൻലാലിന്റെ ഈ സിനിമ ഇത്രയും വലിയ ഒരു സക്സസ് ആകാൻ കാരണം. മോഹൻലാലിനൊപ്പം സിനിമയിൽ നിറകയ്യടി നേടുന്ന മറ്റൊരാൾ എന്ന് പറയുന്നത് CI ജോർജ് സാർ തന്നെയാണ്. CI ജോർജ് സാറായി അഭിനയിച്ച പ്രകാശ് വർമ്മ ഇപ്പോൾ സിനിമയുടെ രസകരമായ ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹവും. മോഹൻലാലിനൊപ്പമുള്ള ചിത്രമാണ് പ്രകാശ് വർമ്മ പങ്കുവച്ചിരിക്കുന്നത്. തുടരുമെന്ന സിനിമയിലെ തന്റെ അനുഭവം തീർത്തും മാജിക്കൽ ആയിരുന്നുവെന്നും തനിക്ക് മറ്റൊരു കുടുംബത്തെ കൂടി ലഭിച്ചുവെന്നും പ്രകാശ് വർമ്മ കുറിക്കുന്നുണ്ട്. എന്റെ നായകൻ, പ്രചോദനം, ഉപദേഷ്ടാവ്, സഹോദരൻ, അധ്യാപകൻ, സുഹൃത്ത് എന്നാണ് മോഹൻലാലിനെ പ്രകാശ് വർമ്മ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോക പ്രശസ്തമായ നിരവധി പരസ്യ ചിത്രങ്ങൾക്ക് ഒടുവിലാണ് തട്ടുമൂർത്തി ചിത്രത്തിലൂടെ പ്രകാശ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഷാറുഖ് ഖാന്റെ പ്രശസ്തമായ ദുബായ് ടൂറിസം പരസ്യം, മുമ്പ് ഹജ്ജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വോഡാഫോണിന്റെ പഗ് ഡോഗും കുട്ടിയുമായുള്ള സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ പരസ്യം, ഏറെ ഹിറ്റായ സൂസു പരസ്യങ്ങൾ, കേരള ടൂറിസത്തിന്റെ വിവിധ പരസ്യങ്ങൾ, നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് പ്രചോദനമായ ഗ്രീൻ പ്ലേയുടെ പരസ്യം തുടങ്ങി നിരവധി പ്രശസ്ത പരസ്യങ്ങൾ പ്രകാശിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. 2001 പരസ്യരംഗത്ത് ഉള്ള പ്രകാശ് വർമ്മ ലോഹിദാസ്, വിജി തമ്പി തുടങ്ങിയവർക്കൊപ്പം സംവിധാന സഹായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് VK പ്രകാശിന്റെ പരസ്യ ചിത്രങ്ങളിലൂടെയാണ് പരസ്യ മേഖലയിലേക്ക് എത്തുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായ നിർവാണ എന്ന പരസ്യചിത്ര സ്ഥാപനത്തിന്റെ സ്ഥാപക ഉടമകളിൽ ഒരാളാണിപ്പോൾ പ്രകാശ്. പരസ്യരംഗത്ത് തിളങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അഭിനയത്തിലും പ്രകാശ് കൈവെക്കുന്നത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച അഭിപ്രായമാണ് പ്രകാശ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ഭാവിയിലേക്ക് തന്നെ മികച്ച സംഭാവനകൾ നൽകാൻ പ്രകാശ് വർമ്മയ്ക്ക് കഴിഞ്ഞേക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ സിനിമയ്ക്ക് പിന്നാലെ വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ. അപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം ഉളവാക്കുന്ന ചിത്രങ്ങൾ പ്രകാശ് വർമ്മ പങ്കുവയ്ക്കുന്നത്. പടത്തിൽ മാത്രമാണ് അടി, പുറത്ത് ജോർജ് സാറും ബെൻസും ഫൺ വൈബാണ് എന്നേ പറയാൻ പറ്റൂ.